ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം, നമ്മുടെ അൺഅക്കാഡമിയിൽ CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും അനിയന്മാരോ ജൂനിയറോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു മെഗാ റിവിഷൻ ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ് ഇത്. അതായത് CMA ഫൗണ്ടേഷൻ നമ്മുടെ ഈ ജൂൺ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, എല്ലാ ദിവസവും അല്ല 15, 17, 19, 21 ഈ തീയതികളിൽ, അത് ഓരോ ദിവസം ഇടവിട്ട് 15, 17, 19, 21 എന്ന് പറയുന്ന ഈ 4 തീയതികളിൽ CMA ഫൗണ്ടേഷൻ്റെ ഓരോ സബ്ജക്റ്റുകൾ, ആദ്യമേ എക്കണോമിക്സ്, അതിനുശേഷം അക്കൗണ്ടൻസി, പിന്നെ ലോ, അതിനുശേഷം മാത്സ്, ഇങ്ങനെ 4 സബ്ജക്റ്റുകൾ ഉണ്ടാവും. ഈ സബ്ജക്റ്റുകളുടെ 30 മിനിറ്റ് ടൈമിൽ ഒരു 20 MCQs ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് MCQs സോൾവ് ചെയ്തിട്ട് അതിന് ടിക്കിടാം. അത് പ്രോപ്പറായിട്ട് അൺഅക്കാഡമിയിൽ കിട്ടില്ല ഒരു പ്ലാറ്റ്ഫോം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 30 മിനിറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്ക് സമ്മാനമുണ്ട്. സമ്മാനം എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ഏത് പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് റിഡീം ചെയ്യാം. അപ്പോൾ പഠിക്കാം, പഠിത്തത്തെ വളരെ ഫണ്ണായിട്ട് കാണാം. ഈ ഒരു കോൺടെസ്റ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്, എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇടണ്ട. 1000 രൂപ ക്യാഷ് പ്രൈസ് കൂടി ഗിഫ്റ്റ് വൗച്ചർ കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അനിയത്തിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ഇൻട്രോ ഫൈനലോ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അൺഅക്കാഡമിയിൽ ഫ്രീ ആയിട്ട് റിവിഷൻ മാത്രമല്ല MCQ സെഷൻസ് നടക്കുന്നുണ്ട്. അതിനും ഒരു 100 രൂപ നിങ്ങൾക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സാഗർ എന്നായിരുന്നു എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്യുക. എൻ്റെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്മുടെ ഇന്റർമീഡിയറ്റും ഫൈനലും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. ഞാൻ ഓരോ ക്ലാസ്സിൻ്റെയും ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ആ ഗ്രൂപ്പുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ റിവിഷൻ ക്ലാസ്സുകളിലും കയറുക. ഫ്രീ ക്ലാസ് ആണ്, 100 രൂപ ക്യാഷ് പ്രൈസും കിട്ടും. അപ്പോൾ എവിടെയെങ്കിലും അൺഅക്കാഡമി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, സാഗർ 45 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും, സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. Hi all, myself Amtisa Agustin. Welcome back to our sessions. So, in our last session, we had discussed about the import procedure. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇമ്പോർട്ട് ഇസ് ഡൺ, കസ്റ്റംസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ അതിനകത്ത് പറഞ്ഞായിരുന്നു 2 രീതിയിൽ നമുക്ക് ഗുഡ്സ് വന്നു കഴിയുമ്പം ട്രീറ്റ് ചെയ്യാമെന്ന്. ഒന്നെങ്കിൽ നമ്മൾ അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഹോം ക്ലിയറൻസിന് വേണ്ടി അപ്പം തന്നെ ഗുഡ്സിനെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുന്നു. അല്ലെങ്കിൽ സെക്കൻഡ് കേസാണ് എന്ത്, ഗുഡ്സിനെ അപ്പം ക്ലിയർ ചെയ്യാതെ നമ്മൾ അതിനെ വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം നമ്മൾ ആ ഗുഡ്സിനെ വെയർ ഹൗസിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്ത ഏരിയാസ്. അതിൽ ഡയറക്റ്റ് ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്യുന്ന ഏരിയ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ നമ്മുടെ സെഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. നമ്മൾ ഇനിയും റെഫർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഏരിയ ആണ്. ദാറ്റ് ഈസ് വെയർ ഹൗസിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഫുള്ളി വെയർ ഹൗസിങ്ങിനെ ബേസ് ചെയ്തായിരിക്കും. എന്താണ് വെയർ ഹൗസിങ്, ലൈക്ക് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, വൈ പീപ്പിൾ ആർ ചൂസിങ് വെയർ ഹൗസിങ്, വൺസ് വെയർ ഹൗസ് ഗുഡ്സിനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, എന്തൊക്കെ റൈറ്റ് ഓണർക്കുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വെയർ ഹൗസിങ് എന്ന പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ സെഷൻ. ആദ്യം നമുക്ക് എന്താണ് വെയർ ഹൗസ് എന്ന് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് വെയർ ഹൗസ്? വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമൽ സെൻസിൽ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോഡൗൺ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ്, അതിനെയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കസ്റ്റംസ് ആക്ടിലെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. As per Customs Act 1962, Section 2, Subsection 46, warehouse means a public warehouse licensed under Section 57 or a private warehouse licensed under Section 58 or a special warehouse licensed under Section 58A. അപ്പം കസ്റ്റംസ് ആക്ട് അനുസരിച്ച് വെയർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ ഒരു പബ്ലിക് വെയർ ഹൗസ്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വെയർ ഹൗസ്, അതും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വെയർ ഹൗസ്. ഇതിനെ മൂന്നിനെയാണ് കസ്റ്റംസ് ആക്ടിൽ എന്തെന്ന് പറയുന്നത്? വെയർ ഹൗസ് എന്ന് പറയുന്നത്. സോ ആസ് പെർ സെക്ഷൻ 57 ലൈസൻസ് കിട്ടിയ ഒരു പബ്ലിക് വെയർ ഹൗസ്, അല്ലെങ്കിൽ ആസ് പെർ സെക്ഷൻ 58 ലൈസൻസ് കിട്ടിയ ഒരു പ്രൈവറ്റ് വെയർ ഹൗസ്, അതും അല്ലെങ്കിൽ ആസ് പെർ 58A ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെയർ ഹൗസ്. ഇതിനെയാണ് കസ്റ്റംസ് ആക്ടിൽ വെയർ ഹൗസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഡെഫിനേഷൻ ക്ലിയർ ആയോ? സോ ഡെഫിനേഷൻ 3 ഐറ്റം: പബ്ലിക് വെയർ ഹൗസ്, പ്രൈവറ്റ് വെയർ ഹൗസ് ആൻഡ് സ്പെഷ്യൽ വെയർ ഹൗസ്.
നോർമൽ സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ. അതിനെയാണ് നമ്മളിനി വെയർ ഹൗസ് എന്ന് പറയുന്നത്. നൗ നമ്മൾ എന്താ വെയർ ഹൗസ് എന്ന് കണ്ടു. ഇനി എന്താണ് വെയർ ഹൗസിന്റെ ഫീച്ചേഴ്സ്? എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ വെയർ ഹൗസിലേക്ക് ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഇമ്പോർട്ടർ ക്യാൻ ഡിഫർ പേയ്മെന്റ്സ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. നമ്മൾ ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് വൺസ് ഇമ്പോർട്ട് ചെയ്ത് പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് നമ്മൾ ഗുഡ്സിനെ റിലീവ് ചെയ്തെടുക്കേണ്ടി വരും. ഇൻ കേസ് നമ്മൾ ഇതിനെ വെയർ ഹൗസ് ചെയ്യുവാണ്, സ്റ്റോർ ചെയ്യുവാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? എപ്പോഴാണോ നമ്മൾ ഈ വെയർ ഹൗസിൽ നിന്ന് ഗുഡ്സിനെ ക്ലിയർ ചെയ്തെടുക്കുന്നത് അപ്പം എന്ത് ചെയ്താൽ മതി? ഡ്യൂട്ടി അടച്ചാൽ മതി. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ്, ഓർ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് വെയർ ഹൗസിംഗ് ഇസ് ദാറ്റ് ദ ഇമ്പോർട്ടർ ക്യാൻ ഡിഫർ ദ പേയ്മെന്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. അപ്പം നമ്മൾ പേ ചെയ്യേണ്ട ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ പേയ്മെന്റ് ഡേറ്റ് ഇറ്റ് ക്യാൻ ബി ഡിഫേർഡ്. ഇപ്പം നമ്മൾ ഹോം കൺസപ്ഷന് വേണ്ടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കറന്റ്ലി നമ്മൾ ടാക്സ് അടയ്ക്കണം. ആൻഡ് ഇഫ് യു ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ വെയർ ഹൗസിംഗ്, നമ്മൾ എന്നാണോ വെയർ ഹൗസ് ക്ലിയറൻസ് ചെയ്യുന്നത് ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് പേ ചെയ്താൽ മതി. സോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ വെയർ ഹൗസിംഗിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് എന്ത്? ഈ ഡിലേ പേയ്മെന്റ് ഓഫ് ടാക്സ്. ഓക്കെ, നൗ the second one is that importer allowed doing manufacturing in bonded warehouse and then re-export from it. So importer once ഈ വെയർഹൗസിൽ ഗുഡ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ if he wants he can do manufacturing in that warehouse. എന്നിട്ട് അവിടുന്ന് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? റീഎക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗുഡ്സിനെ പുറത്ത് നമ്മുടെ ഫാക്ടറി കൊണ്ടുവന്ന് നമ്മൾ റീമാനുഫാക്ചർ ചെയ്ത് പിന്നെ അതിനെ അവിടുന്ന് റീഎക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതൊരു ലൈക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് പണി കൂടുതലാണ്. അപ്പം നമുക്ക് ഈ വെയർ ഹൗസിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ റീഎക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പം വെയർ ഹൗസ് നമുക്ക് അവിടെ മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രൊവിഷൻസും തരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? റീഎക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? നൗ നെക്സ്റ്റ് വൺ, the importer can be allowed to keep the goods up to 1 year without payment of duty. So നമ്മുടെ വെയർ ഹൗസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 year വരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗുഡ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഡ്യൂട്ടി കൊടുക്കാതെ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിനെ വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദിസ് ഡേറ്റ് ടിൽ 1 year എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഗുഡ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ 1 year വരെ നമുക്ക് പേയ്മെന്റ്, അതായത് ഡ്യൂട്ടി കൊടുക്കാതെ ടാക്സ് കൊടുക്കാതെ ആ ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇസ് ദിസ് ടൈം പീരിയഡ് ഇസ് എക്സ്റ്റെൻഡഡ് ടു 3 years ഫോർ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ആൻഡ് ഇറ്റ് ഷാൽ ബി എക്സ്റ്റെൻഡഡ് ടു 5 years ഇഫ് ദ ഗുഡ്സ് ആർ ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പം നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്നത് 100% എക്കണോമിക് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ആണ്. എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇമ്പോർട്ടേഴ്സ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1 year എന്നുള്ളത് എന്ത് ചെയ്യാം? 3 years വരെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. സോ ഡ്യൂട്ടി കൊടുക്കാതെ എക്കണോമിക് അല്ല എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ആണ് ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡ്യൂട്ടി കൊടുക്കാതെ 3 years വരെ ഈ ഗുഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മെഷീനറി അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ക്യാപിറ്റൽ ഗുഡ്സ് ആണ്, മെഷീനറിയോ എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ക്യാപിറ്റൽ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ് ടു 5 years നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റൻഷൻ എടുക്കാൻ പറ്റും. സോ നോർമൽ കേസിൽ 1 year ആണ് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് നമുക്ക് ഈ ഗുഡ്സിനെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഇഫ് ദ ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ദെൻ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 3 years. ആൻഡ് ഇഫ് ദ ഗുഡ്സ് imported are capital goods then it can be extended up to 5 years. Okay, clear അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ്, the importer minimizes charge by keeping in warehouse, otherwise the demurrage charges at the port is very high. ഓക്കെ, നമ്മളിപ്പോൾ കൊച്ചിൻ പോർട്ടിൽ ഗുഡ്സിനെ കൊണ്ടുവന്നു. ഇപ്പം നമുക്കിതിനെ ക്ലിയറൻസ് ചെയ്തെടുക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. നമ്മളിതിനെ പോർട്ടിൽ കണ്ടെയ്നറിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെമറേജ് ചാർജസ് കൊടുക്കണം. നമ്മുടെ ഈ വെയർ ഹൗസിങ്ങിന്റെ ചാർജസിനെക്കാട്ടും ഒത്തിരി ഹൈ ആണ് ഈ ഡെമറേജ് ചാർജസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വെയർ ഹൗസ് ഒരു ഓൾട്ടർനേറ്റീവ് തരുവാണ്. പോർട്ടിൽ വന്ന ഗുഡ്സിനെ നമ്മൾ പോർട്ടിൽ തന്നെ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട റെന്റ് പേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് വളരെ ഹൈ ആണ്.
അതിനെ വെച്ച് നോക്കുമ്പോൾ വെയർ ഹൗസ് കമ്പാരിറ്റീവ്ലി നമുക്ക് എന്താണ് ലെസ് ചാർജസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ വെയർ ഹൗസ് ഇസ് കമ്പാരിറ്റീവ്ലി minimizes the charges by keeping in warehouse. Otherwise like the port charges ഭയങ്കര ഹെവി ആയിരിക്കും. ഓക്കെ, ഇനി ആർക്കാണ് വെയർഹൗസിന് പെർമിഷൻ കൊടുക്കാനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കാം. So, the Assistant Commissioner of Customs or Deputy Commissioner of Customs are competent to appoint a warehouse as public bonded warehouse. So, Assistant Commissioner of Customs നും Deputy Commissioner of Customs നുമാണ് എന്ത് ഒരു വെയർഹൗസിനെ പബ്ലിക് വെയർഹൗസ് ആക്കാനുള്ള റൈറ്റ് ഉള്ളത്. ഒരു വെയർഹൗസിനെ പബ്ലിക് വെയർഹൗസ് ആക്കി അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് ആർക്കാണ്? അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസിനും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസിനുമാണ്. ആൻഡ് പ്രൈവറ്റ് വെയർഹൗസിനും അപ്പോയിന്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനുമുള്ള റൈറ്റും ആർക്കാണ്? അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസിനും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസിനുമാണ്. ഓക്കെ, ദ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓർ ദ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് മേ ലൈസൻസ് എ പ്രൈവറ്റ് വെയർഹൗസ് ആൻഡ് ഓൾസോ ക്യാൻസൽ ദം ബൈ ഗിവിംഗ് 1 month നോട്ടീസ്. അപ്പം നോർമൽ രീതിയിൽ ലൈസൻസ് കൊടുക്കാനുള്ള റൈറ്റും അത് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റും ആർക്കാണ്? അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസിനും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസിനുമാണ്. ഇനി ഇൻ കേസ് ഒരു പ്രൈവറ്റ് വെയർഹൗസിന്റെ ലൈസൻസ് അവർക്ക് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 month നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ, only dutiable goods can be deposited in warehouse. നമ്മൾ ഓൾറെഡി ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്താന്നുള്ളത് നമ്മൾ ഡെഫിനേഷൻസ് നോക്കിയപ്പം കണ്ടായിരുന്നു. ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ആർ ലൈബിൾ ടു ടാക്സ് ബട്ട് നോട്ട് യെറ്റ് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ഓൺ ദ സച്ച് ഗുഡ്സ്. അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ടാക്സ് കൊടുക്കാനുണ്ട് എന്നാൽ ടാക്സ് കൊടുത്തിട്ടില്ല, അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഗുഡ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് വെയർഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഡ്യൂട്ടിയബിൾ ഗുഡ്സിനെ ടാക്സ് കൊടുക്കാനുണ്ട് എന്നാൽ ടാക്സ് കൊടുത്തിട്ടില്ല, അങ്ങനത്തെ ഗുഡ്സിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വെയർഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നൗ green bill of entry has to be submitted by the importer to clear goods from warehouse for home consumption. അപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം വൈറ്റ് ബിൽ ഓഫ് എൻട്രി എന്താണ്, ഗ്രീൻ എന്താണ്, യെല്ലോ എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി വെയർഹൗസിൽ കൊണ്ടുവച്ചൊരു സാധനം നമുക്ക് അവിടെ നിന്ന് ക്ലിയറൻസിന്, ഹോം ക്ലിയറൻസിന് വേണ്ടി അല്ലെങ്കിൽ ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നൗ rate of duty is applicable as on the date of presentation of bill of entry. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു. നമ്മൾ എന്നാണോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത് ആ ദിവസത്തെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും എന്ത് ആപ്ലിക്കബിൾ എന്ന്. ഏത് ബിൽ ഓഫ് എൻട്രി? നമ്മൾ ഈ ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി ഹോം കൺസംഷന് വേണ്ടി എന്നാണോ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നത് ആ ഫയൽ ചെയ്യുന്ന ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും എന്ത് ആപ്ലിക്കബിൾ ആവുന്നത്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോർമൽ കേസിലെ ഡ്യൂട്ടി ഏതാണ് ആപ്ലിക്കബിൾ, ഇൻ കേസ് വെയർ ഹൗസിങ് ഏതാണ് ആപ്ലിക്കബിൾ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ വീഡിയോ സീരീസിലെ നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ദ റേറ്റ് ഓഫ് ഡ്യൂട്ടി ഈസ് ആപ്ലിക്കബിൾ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി. അപ്പം നമ്മൾ എന്നാണോ ഹോം കൺസംഷന് വേണ്ടി ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത് ആ ദിവസത്തെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും എന്ത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. നൗ റീഅസസ്മെന്റ് ഇസ് നോട്ട് അലൗഡ് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഒറിജിനലി അസസ്ഡ് ആൻഡ് വെയർഹൗസ്ഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അസസ് ചെയ്തു, അതായത് ഇമ്പോർട്ട് പോർട്ടിൽ വന്നു കഴിഞ്ഞ ഗുഡ്സ് ആ ഗുഡ്സിനെ അസസ് ചെയ്ത് റേറ്റ് ഓഫ് ഡ്യൂട്ടി ഒക്കെ ടാക്സ് ഒക്കെ ഓൾമോസ്റ്റ് തീരുമാനിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പം വെയർഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ ഓൾറെഡി അസസ് ചെയ്ത ഗുഡ്സിനെയാണ് നമ്മൾ വെയർഹൗസിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓൾറെഡി ഈ അസസ് ചെയ്ത ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വൺസ് വെയർഹൗസിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ റീഅസസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി അസസ് ചെയ്ത് നമ്മൾ വെയർഹൗസ് ചെയ്ത ഗുഡ്സിനെ നമുക്ക് റീഅസസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ബിൽ ഓഫ് എൻട്രി ഈസ് പ്രസന്റഡ് ഫോർ വെയർഹൗസിംഗ്.
അപ്പോൾ നമ്മുടെ ഒറിജിനൽ ബിൽ ഓഫ് എൻട്രി ഇല്ലേ, ഫസ്റ്റ് ബിൽ ഓഫ് എൻട്രി, അതെന്താണോ പ്രസന്റ് ചെയ്തത് ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഹോം കൺസംഷന് വേണ്ടി ഗ്രീൻ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ദിവസത്തെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നൗ നെക്സ്റ്റ് വൺ. If the goods which are not removed from warehouse within the permissible period, then subsequent removal is called improper removal, and the rate of basic customs duty which is applicable as on the last date on which the goods should have been removed but not removed is applicable. Okay, അപ്പം നമ്മൾ പറഞ്ഞത് 1 year ആണ് ഗുഡ്സിന് നോർമൽ രീതിയിലുള്ള വെയർഹൗസ് സ്റ്റോറേജിനുള്ള ടൈം. ഇൻ കേസ് സ്പെഷ്യൽ കേസസിൽ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. അപ്പം ഈ നോർമൽ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ഈ ഗുഡ്സിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ പിന്നെ റിമൂവ് ചെയ്യുന്ന ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ റിമൂവൽ. ഓക്കെ, അപ്പം ആ പെർമിറ്റ് ചെയ്ത പീരീഡിനുള്ളിൽ വെയർഹൗസിൽ നിന്ന് ഗുഡ്സിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുക ഇംപ്രോപ്പർ റിമൂവൽ എന്നായിരിക്കും. ആൻഡ് ആ കേസിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാണോ ഗ്രീൻ കളർ ബിൽ ഓഫ് എൻട്രി, അതായത് ഹോം കൺസംഷന് വേണ്ടി ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത് ആ ദിവസത്തെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും ആപ്ലിക്കബിൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ ഡ്യൂ ഡേറ്റ് ആയിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, ഗുഡ്സിനെ റിമൂവ് ചെയ്യുന്നില്ല. ഇൻ കേസ് അവരെപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത് ആ റിമൂവ് ചെയ്യുന്ന ദിവസത്തെ ഡ്യൂട്ടി ആവില്ല അവരെടുക്കുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ദ ഗുഡ് ഷുഡ് ഹാവ് ബീൻ റിമൂവ്ഡ് ബട്ട് നോട്ട് റിമൂവ്ഡ്. അതായത് എന്നായിരുന്നു ഇവർ ഈ ഗുഡ്സ് വെയർഹൗസിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, അവരിതുവരെ റിമൂവ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നായിരുന്നു റിമൂവ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, ആ ഡേറ്റിൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഗുഡ്സ് റിമൂവ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31st January ആയിരുന്നു. എനിക്ക് 1 year പീരീഡ് തീരുന്നത് 31st January പക്ഷെ ഞാൻ February 10th ഗുഡ്സിനെ ക്ലിയർ ചെയ്തെടുത്തത്. എന്നാലും എനിക്ക് ആപ്ലിക്കബിൾ ആവുന്ന ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് എത്രയായിരിക്കും? 31st January എത്രയാണോ പ്രിവെയിൽ ചെയ്തിരുന്ന റേറ്റ് അതാണ് എനിക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അപ്പം എന്നായിരുന്നു നമ്മൾ റിമൂവ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, ആ ഡേറ്റിലെ റേറ്റ് ആയിരിക്കും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയും പറഞ്ഞ വെയർഹൗസുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു ഇൻട്രൊഡക്ടറി ആയിട്ട് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു വെയർഹൗസിന്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു 3 ടൈപ്സ് ഓഫ് വെയർഹൗസിംഗ് ആണ് എന്ത് വെയർഹൗസ് എന്ന ഡെഫിനിഷനകത്തുള്ളത്. ഒന്ന് പബ്ലിക് വെയർഹൗസിംഗ്, സെക്കൻഡ് പ്രൈവറ്റ് വെയർഹൗസസ് ആൻഡ് തേർഡ് വൺ സ്പെഷ്യൽ വെയർഹൗസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 57 അനുസരിച്ച് ലൈസൻസ് കിട്ടുന്നൊരു വെയർഹൗസിനെയാണ് നമ്മൾ പബ്ലിക് വെയർഹൗസ് എന്ന് പറയുന്നത്. പബ്ലിക് വെയർഹൗസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പബ്ലിക് വെയർഹൗസിൽ ആർക്ക് വേണേ അവരുടെ ഡ്യൂട്ടിയബിൾ ഗുഡ്സിനെ ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനത്തെ വെയർഹൗസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് വെയർഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓർ ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് may subject to such conditions as may be prescribed license a public warehouse wherein dutiable goods can be deposited. So principal commissioner of customs അല്ലെങ്കിൽ commissioner of customs അവര് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് സെർട്ടൻ ക്ലാസ് ഓഫ് വെയർഹൗസസിന് നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക് വെയർഹൗസ് ആയിട്ട് ലൈസൻസ് കൊടുക്കും. അവിടെ ആർക്ക് വേണേ അവരുടെ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പം സെക്ഷൻ 57 അനുസരിച്ചുള്ള കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് ലൈസൻസ് കിട്ടുന്ന ഒരു വെയർഹൗസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് വെയർഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് വെയർഹൗസ് സെക്ഷൻ 57 അനുസരിച്ചാണ് പബ്ലിക് വെയർഹൗസിന് ലൈസൻസ് കിട്ടുന്നത്. ആൻഡ് സെക്ഷൻ 58 അനുസരിച്ചാണ് എന്ത് പ്രൈവറ്റ് വെയർഹൗസിന് ലൈസൻസ് കിട്ടുന്നത്. പ്രൈവറ്റ് വെയർഹൗസിൽ എന്താണ്? ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് or commissioner of customs may, subject to such condition as may be prescribed, license a private warehouse wherein dutiable goods imported by or on behalf of the licensee may be deposited. So ആ നെയിം പറയുന്നത് പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് പേഴ്സൺസിന് വേണ്ടിയുള്ള വെയർഹൗസ് ആണ് പ്രൈവറ്റ് വെയർഹൗസ്. അപ്പം പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു വ്യക്തിക്ക് ആരാണോ ലൈസൻസ് എടുക്കുന്നത് ആ ലൈസൻസിക്ക് ആ വ്യക്തി ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബിഹാഫിൽ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ്
അതിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വെയർ ഹൗസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈവറ്റ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ലൈസൻസിയുടെ ഗുഡ്സും ലൈസൻസിയുടെ ബിഹാഫിൽ വന്ന ഗുഡ്സും ഒക്കെ കാണത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം പബ്ലിക് വെയർ ഹൗസിൽ ഡ്യൂട്ടിയബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആർക്ക് വേണം ഡെപ്പോസിറ്റ് ചെയ്യാം. പ്രൈവറ്റ് വെയർ ഹൗസിൽ ആരാണോ ലൈസൻസ് എടുക്കുന്ന ലൈസൻസി, ആ ലൈസൻസിയുടെ ഗുഡ്സ് അല്ലെങ്കിൽ ആ ലൈസൻസിയുടെ ബിഹാഫിൽ വന്ന ഗുഡ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Now the last one, special warehouse. License a special warehouse wherein dutiable goods may be deposited and such warehouse shall be caused to be locked by the proper officer and no person shall enter the warehouse or remove any goods thereon without the permission of the proper officer. അപ്പം ഈ സ്പെഷ്യൽ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് വെക്കാനുള്ള വെയർ ഹൗസ് ആണ് സ്പെഷ്യൽ വെയർ ഹൗസ്. അപ്പം അവിടെ ഗുഡ്സ് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഓഫീസർ ആ വെയർ ഹൗസിനെ ലോക്ക് ചെയ്യും. ആ പ്രോപ്പർ ഓഫീസറിന്റെ അപ്രൂവൽ ഇല്ലാതെ ആർക്കും അവിടെ കയറി ഗുഡ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം സ്പെഷ്യൽ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വെയർ ഹൗസ് ആണ്. പക്ഷേ അവിടെ ആ വെയർ ഹൗസിൽ നമ്മൾ ഗുഡ്സ് വെച്ച് കഴിഞ്ഞാൽ ആ വെയർ ഹൗസ് പ്രോപ്പർ ഓഫീസർ ആയിരിക്കും അതിനെ ലോക്ക് ചെയ്യുന്നത്. കസ്റ്റംസിന്റെ ഓഫീസേഴ്സ് തന്നെയായിരിക്കും അതിനെ ലോക്ക് ചെയ്ത് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ഒരു പേഴ്സണും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രയർ പെർമിഷനോ അപ്രൂവലോ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കയറി ഈ ഗുഡ്സിനെ നോക്കാനോ അല്ലെങ്കിൽ അവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ഓഫീസറിന്റെ അപ്രൂവൽ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഗുഡ്സിനെ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതാണ് സ്പെഷ്യൽ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം ഈ 3 ടൈപ്പ് ഓഫ് വെയർ ഹൗസ്, പബ്ലിക് വെയർ ഹൗസ് എന്താണ്, പ്രൈവറ്റ് വെയർ ഹൗസ് എന്താണ്, സ്പെഷ്യൽ വെയർ ഹൗസ് എന്താന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ വെയർ ഹൗസിൽ വെക്കുക എന്ന് പറഞ്ഞു. സ്പെഷ്യൽ വെയർ ഹൗസിൽ വെക്കാൻ പറ്റുന്ന ഗുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ബോർഡ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റ് സ്പെസിഫൈ ദ ക്ലാസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ സ്പെഷ്യൽ വെയർ ഹൗസ്. അപ്പം ബോർഡ്, അതായത് നമ്മുടെ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്, ഒഫീഷ്യൽ ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ ത്രൂ ഇഷ്യൂ ചെയ്യുന്ന സ്പെസിഫിക് ഐറ്റംസ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ഗുഡ്സിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്പെഷ്യൽ വെയർ ഹൗസിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പൊ ഏതൊക്കെ ഗുഡ്സിനെ നമുക്ക് സ്പെഷ്യൽ വെയർ ഹൗസിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. ഗോൾഡ്, സിൽവർ, അതർ പ്രഷ്യസ് മെറ്റൽസ് ആൻഡ് സെമി പ്രഷ്യസ് മെറ്റൽസ് ആൻഡ് ആർട്ടിക്കിൾസ് ദെയറോഫ്. അപ്പം നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ വെയർ ഹൗസിൽ വെക്കുന്നത്. എക്സാമ്പിൾ ഗോൾഡ്, സിൽവർ അല്ലെങ്കിൽ സ്പെഷ്യൽ മെറ്റൽസ്, സ്റ്റോൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്പെഷ്യൽ വെയർ ഹൗസിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് വൺ, ഗുഡ്സ് വെയർ ഹൗസ് ഫോർ ദ പർപ്പസ് ഓഫ് സപ്ലൈ ടു ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഇൻ കസ്റ്റംസ് ഏരിയ. കസ്റ്റംസ് ഏരിയയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് സപ്ലൈ ആസ് സ്റ്റോഴ്സ് ടു വെസൽസ് ഓർ എയർക്രാഫ്റ്റ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ഡെഫിനിഷനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെസലിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ആക്സിലറി ആയിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മൾ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റോഴ്സ് ആയിട്ട് സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് സപ്ലൈ ടു ഫോറിൻ പ്രിവിലേജ്ഡ് പേഴ്സൺസ്, ഫോറിൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അത് പുറത്തുള്ള പ്രിവിലേജ്ഡ് പേഴ്സൺസിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ വെയർ ഹൗസിലായിരിക്കും സൂക്ഷിക്കുന്നത്. സോ നോർമൽ രീതിയിൽ നമ്മൾ ഗോൾഡ്, സിൽവർ, പ്രഷ്യസ് മെറ്റൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് സ്പെഷ്യൽ വെയർ ഹൗസിൽ വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ വെക്കാൻ പറ്റും, നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിലേക്ക്, അതായത് കസ്റ്റംസിൻ്റെ ഏരിയയിലുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്സിലേക്കുള്ള സപ്ലൈ ചെയ്യാനുള്ള ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നമ്മുടെ വെഹിക്കിൾ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലേക്ക് നമുക്ക് സ്റ്റോഴ്സ് ആയിട്ട് സപ്ലൈ ചെയ്യാനുള്ള ഗുഡ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫോറിൻ പ്രിവിലേജ്ഡ് പേഴ്സൺസിന് സപ്ലൈ ചെയ്യാനുള്ള ഗുഡ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം ഇത്രയും ഗുഡ്സിനെയാണ് ആസ് ഓഫ് നൗ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്പെഷ്യൽ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വെയർ ഹൗസിന്റെ ലൈസൻസ് എടുക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻ അതെങ്ങനെയാന്ന് നോക്കാം. ക്യാൻസലേഷൻ ഓഫ് ലൈസൻസ് എങ്ങനെയാന്ന്. ഓക്കെ,
where a licensee contravenes any provisions of this act or any rules or regulations made thereon or breaches any conditions of the license, the principal commissioner of customs or commissioner of customs may cancel the license granted, provided that before any license is cancelled, the licensee shall be given a reasonable opportunity of being heard. അപ്പം ഈ ലൈസൻസ് എടുക്കുന്ന ലൈസൻസി, വെയർഹൗസിൻ്റെ ലൈസൻസ് എടുക്കുന്ന ലൈസൻസി ഏതെങ്കിലും ഒരു പ്രൊവിഷൻസ്, ഈ ആക്ടിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻസോ ഏതെങ്കിലും ഒരു റൂൾസോ ഏതെങ്കിലും ഒരു കണ്ടീഷനോ ബ്രീച്ച് ചെയ്താൽ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, പ്രിൻസിപ്പൽ കമ്മീഷണറിനുമാണ് റൈറ്റ് എന്ത്, നമ്മുടെ ഈ ഗ്രാൻഡ് ചെയ്ത ലൈസൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ ലൈസൻസിക്ക് എന്ത് കൊടുക്കണം, ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. പുള്ളിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വൺസ് നമ്മുടെ ഈ ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്ടിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻസിനെയോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കണ്ടീഷൻസിനെയോ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കമ്മീഷണർക്കും കമ്മീഷണർ ഓഫ് കസ്റ്റംസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രാൻഡ് ചെയ്ത ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ആ ലൈസൻസിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കണം. സോ ലൈസൻസി മസ്റ്റ് ബി ഗിവൺ എ ഓപ്പർച്യൂണിറ്റി ടു ബി ഹേർഡ്. ഓക്കെ, അതും കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ, the principal commissioner of customs or commissioner of customs may suspend operation of the warehouse during the pendency of an inquiry. അപ്പം ഇൻ കേസ് നമ്മളിപ്പം സബ്സെക്ഷൻ 1 അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ ഓഫീസേഴ്സ് തീരുമാനിച്ചു. ആൻഡ് നമ്മുടെ ലൈസൻസിക്ക് ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹേർഡ് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ വെയർഹൗസിൻ്റെ ഓപ്പറേഷൻ എന്തായിരിക്കും, സസ്പെൻഡഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ വർക്കിംഗ് അല്ല എന്നാൽ ക്യാൻസൽ ചെയ്തിട്ടുമില്ല, അതിന്റെ ഓപ്പറേഷൻസ് എന്തായിരിക്കും, സസ്പെൻഡഡ് ആയിരിക്കും. അപ്പൊ ഈ എൻക്വയറി നടക്കുന്ന പീരീഡിൽ ആ വെയർഹൗസിന്റെ ഓപ്പറേഷൻസ് എന്തായിരിക്കും, സസ്പെൻഡഡ് ആയിരിക്കും. ഓക്കെ, നൗ where the warehouse operations are suspended, no goods shall be deposited in such warehouse during the period of suspension. ഓക്കെ, അപ്പം ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പീരീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ ഗുഡ്സ് ഒന്നും ആ വെയർഹൗസിൽ കൊണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം പുതിയ ഗുഡ്സ് ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പഴയ ഗുഡ്സോ, സസ്പെൻഷൻ നടക്കുന്ന കേസ് പീരീഡിൽ, അതായത് ക്യാൻസലേഷൻ ഓർഡർ ചെയ്യുന്നത് വരെയുള്ള പീരീഡിൽ പഴയ ഗുഡ്സിനെ അവിടെ തന്നെ വെക്കാം. അതായത് ഓൾറെഡി നമ്മുടെ വെയർഹൗസിലുള്ള ഗുഡ്സിനെ നമുക്ക് അവിടെ തന്നെ വെക്കാം. ആൻഡ് നമ്മുടെ ഈ പ്രൊവിഷൻസ് ഒക്കെ എന്താണ്, ഓൾറെഡി ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ എന്ത്, ആ ഗുഡ്സിന് ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ ഷാൽ കണ്ടിന്യൂ ടു അപ്ലൈ ടു ഗുഡ്സ് വിച്ച് ഹാസ് ഓൾറെഡി ഡിപ്പോസിറ്റഡ് ഇൻ ദ വെയർഹൗസ്. ഓൾറെഡി ഡിപ്പോസിറ്റ് ചെയ്ത ഗുഡ്സിന് നോർമൽ രീതിയിൽ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. ആൻഡ് പുതിയ ഗുഡ്സിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഈ ഗോഡൌണിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ദ ഗുഡ്സ് വെയർഹൗസ്ഡ് shall within 7 days from the date on which order of such cancellation is served on the licensee or within such extended period as the proper officer may allow, be removed from such warehouse to another warehouse or cleared for home consumption. അപ്പം നമ്മൾ സസ്പെൻഡഡ് പീരീഡിൽ ഗുഡ്സ് ഒന്നും വെക്കാൻ പറ്റില്ല, ഓൾറെഡി വെച്ച ഗുഡ്സ് ഒക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇനി വൺസ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, വൺസ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ ആയി കഴിഞ്ഞാൽ വിത്തിൻ 7 days, അതായത് ഈ ക്യാൻസലേഷൻ ഓർഡർ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 7 daysനുള്ളിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാൽ അത്രയും ഡേയ്സ്, അതിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ വെയർഹൗസിൽ ഇരിക്കുന്ന ഗുഡ്സിനെ വേറൊരു വെയർഹൗസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്തെടുക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കൊരു വെയർഹൗസ് ഉണ്ട്, അതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. ആ ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ എൻ്റെ ഈ വെയർഹൗസിൽ ഇരിക്കുന്ന എല്ലാ ഗുഡ്സും 7 days അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ എനിക്ക് തരുന്ന സമയം, ആ ടൈം ലിമിറ്റിനുള്ളിൽ ഞാൻ ഒന്നെങ്കിൽ എൻ്റെ ഈ വെയർഹൗസിൽ നിന്ന് എടുത്ത് ഇതിനെ വേറൊരു വെയർഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം വെയർഹൗസ് ഒന്നെങ്കിൽ വേറൊരു വെയർഹൗസിലേക്ക് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്തെടുക്കുക. ക്ലിയർ ആയില്ലേ, റിമൂവലിൻ്റെ കേസിലെ പ്രൊസീജിയേഴ്സ് ക്ലിയർ ആയില്ലേ?
Now, our next topic, Section 64 of the Customs Act, that is owner's right to deal with warehouse goods. ഓണർക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്, വെയർഹൗസ് ഗുഡ്സിൽ ഓണർക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ with effect from 14th May 2016, the owner of any warehouse goods may, after warehousing the same, inspect the goods, deal with their containers in such manner as may be necessary to prevent losses or destruction or damage to the goods, sort the goods, show goods for sale. അപ്പം വെയർഹൗസിലേക്ക് ഒരു ഗുഡ്സിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ ആക്ച്വൽ ഓണർക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്? ഫസ്റ്റ് വൺ, ഇൻസ്പെക്ട് ദ ഗുഡ്സ്. ഗുഡ്സിനെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പോയി ഇൻസ്പെക്ട് ചെയ്യാം. ആ ഗുഡ്സ് അവിടെ ഉണ്ടോ, അത് പ്രോപ്പറായിട്ടാണോ ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പോയി ഇൻസ്പെക്ട് ചെയ്യാം. സെക്കൻഡ് വൺ, ഡീൽ വിത്ത് ദർ കണ്ടെയ്നേഴ്സ് ഇൻ സച്ച് മാനർ അസ് മേ ബി നെസസറി ടു പ്രിവെൻറ്റ് ലോസസ്. ഇപ്പം നമുക്ക് അവിടെ കണ്ടെയ്നേഴ്സിൽ ഇരിക്കുന്ന കാര്യങ്ങളിൽ ഇരിക്കുന്ന രീതി ശരിയല്ല, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ലോസ് വരും എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ, അതായത് ലോസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കണ്ടെയ്നേഴ്സിനെ ഷിഫ്റ്റ് ചെയ്യാനോ ഒക്കെയുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓണർക്കുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വൺസ് ഗുഡ്സിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പോയി ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇൻ കേസ് ഓക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നേഴ്സിന് ലീക്ക് ഉണ്ടാവും, ആ കേസിൽ നമുക്കതിനെ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ സോർട്ട് ദ ഗുഡ്സ്, ഗുഡ്സിനെ സോർട്ട് ചെയ്യാം, മാറ്റാനും ഒക്കെ പറ്റും. ഗുഡ്സിനെ സോർട്ട് ചെയ്ത് ഇന്ന ഗുഡ്സിനെ ഒന്നിച്ച് വേണമെങ്കിൽ സോർട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഗുഡ്സിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഷോ ദ ഗുഡ്സ് ഫോർ സെയിൽ, അവിടെ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ആ ഗുഡ്സിനെ സെയിലിന് വേണ്ടി ആൾക്കാർക്ക് കൊണ്ട് കാണിക്കാനൊക്കെ പറ്റും, ആൾക്കാരെ കൊണ്ട് ഗുഡ്സ് കാണിക്കാനും ഒക്കെ പറ്റും. സോ ഓണർക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്? ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഗുഡ്സിനെ വന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ കണ്ടെയ്നേഴ്സ് ഒക്കെ പ്രോപ്പർ ആണോ, ഇൻ കേസ് ഓഫ് ലോസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെയ്നേഴ്സിൽ നെസസറി ചേഞ്ചസ് വരുത്താം. ഗുഡ്സിനെ സോർട്ട് ചെയ്യാം, ലൈക്ക് നമുക്ക് ഗുഡ്സിനെ ഓരോരോ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് സോർട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ സോർട്ട് ചെയ്യാം. ആൻഡ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പാർട്ടീസിനെ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് ഗുഡ്സ് കാണിക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, സോ നേരത്തെ ഫിസിക്കൽ കൺട്രോൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്കിതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ MOT ചാർജസ് കൊടുക്കണമായിരുന്നു. ഇപ്പം അത് അബോളിഷ് ചെയ്തുകൊണ്ട് നമുക്ക് സാങ്ഷൻ MOT ചാർജസ് കൊടുത്ത് സാങ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നേരത്തെ ആണെങ്കിൽ പ്രയർ സാങ്ഷനും MOT ചാർജസ് പേയ്മെൻറ്റും ഒക്കെ വേണമായിരുന്നു. ഇപ്പം അത് ആവശ്യമില്ല. നൗ സെക്ഷൻ 65 ഓഫ് കസ്റ്റംസ് ആക്ട് 1962, മാനുഫാക്ചർ ആൻഡ് അതർ ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു ഗുഡ്സ് ഇൻ വെയർഹൗസ്. വെയർഹൗസിലെ ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? മാനുഫാക്ചർ ചെയ്യാം എന്ന് പറഞ്ഞു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 65. With the permission of the Principal Commissioner or Commissioner of Customs and subject to such conditions, and on payment of such fees, the owner of any goods may carry any manufacturing process or other operations in warehouse in relation to such goods. അപ്പം എന്താണ്? പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസിൻ്റെ അപ്രൂവൽ വേണം, അല്ലെങ്കിൽ പെർമിഷൻ വേണം. ആൻഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫില്ല് ചെയ്യണം. ഒരു ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് വെയർഹൗസ് ഗുഡ്സിൻ്റെ ഓണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? സോ ഓൾറെഡി വെയർഹൗസ് ചെയ്തിരിക്കുന്ന ഗുഡ്സേൽ ഒരു വെയർഹൗസ് ചെയ്തിരിക്കുന്ന ഓണർക്ക് മാനുഫാക്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് പ്രോപ്പർ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസിൻ്റെ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസിൻ്റെ പെർമിഷനോ അപ്രൂവലോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വെയർഹൗസിൽ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനുഫാക്ചറിങ് പ്രോസസ്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓണറുടെ റൈറ്റും അവിടെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. Custody and removal of warehouse goods. Section 73A. Okay, a new section, that is with effect from 2016, 14th May 2016 തൊട്ട് വന്നിരിക്കുന്ന ഒരു സെക്ഷനാണ് കസ്റ്റഡി ആൻഡ് റിമൂവൽ ഓഫ് വെയർഹൗസ് ഗുഡ്സ്. സെക്ഷൻ 73 subsection A. All the warehouse goods shall remain in custody of the person who has been
granted license under section 57, section 58 or 58A until they are cleared for home consumption or transferred to another warehouse or export or removal was otherwise provided under this act. അപ്പം നമ്മളൊരു ഗുഡ്സിനെ കൊണ്ട് വെയർഹൗസിൽ വെച്ചു. വെയർഹൗസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ആർക്കാണോ ലൈസൻസ് കിട്ടിയ ലൈസൻസി, അതായത് വെയർഹൗസിൻ്റെ ലൈസൻസിക്കായിരിക്കും. സെക്ഷൻ 57 അനുസരിച്ചോ സെക്ഷൻ 58 അനുസരിച്ചോ സെക്ഷൻ 58A അനുസരിച്ചോ ആണെങ്കിലും ലൈസൻസ് കിട്ടിയ ആ ലൈസൻസിക്കായിരിക്കും എന്ത്? പിന്നെ ആ ഗുഡ്സിന്മേലുള്ള റെസ്പോൺസിബിലിറ്റി. സോ അത് ഒന്നുകിൽ ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അത് വേറൊരു വെയർഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിലേത് കേസാണെങ്കിലും ഇത് ചെയ്യുന്നത് വരെയുള്ള ആ ഗുഡ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? അതിന്റെ കസ്റ്റഡി റൈറ്റും ആർക്കായിരിക്കും? ആ ഗുഡ്സിന്റെ കസ്റ്റഡി എപ്പോഴും ആ വെയർഹൗസിന്റെ ലൈസൻസിക്കായിരിക്കും. ഓക്കെ, അപ്പം വെയർഹൗസ് ചെയ്ത ഗുഡ്സിന്റെ കസ്റ്റഡി എപ്പോഴും ആ വെയർഹൗസിന്റെ ലൈസൻസിക്കായിരിക്കും. ഓക്കെ, ഇനി റെസ്പോൺസിബിലിറ്റീസ്. ആരുടെ കസ്റ്റഡിയിലാണോ ഗുഡ്സ് ഉള്ളത് ആ ആൾക്ക് ഓൾറെഡി നമ്മുടെ ആക്ടിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി, ആക്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റീസും ആര് ഹാൻഡിൽ ചെയ്യേണ്ടി വരും? ആരുടെ കസ്റ്റഡിയിലാണോ വെയർഹൗസ് ഗുഡ്സ് ഉള്ളത് അവർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് നമ്മുടെ വെയർഹൗസിന്റെ ലൈസൻസിക്കായിരിക്കും എന്ത്? ആ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. Now, where any warehouse goods are removed in contravention with section 71, the licensee shall be liable to pay duty, interest, late fee, penalty without prejudice to any other action that may be taken against him under this act or any law for the time being in force. അപ്പം നമ്മൾ ഗുഡ്സിനെ വെയർഹൗസ് ചെയ്തു. വെയർഹൗസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യേണ്ട പ്രൊവിഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അപ്പം ഈ റിമൂവ് ചെയ്യേണ്ട പ്രൊവിഷൻസ് തെറ്റിച്ച്, അതായത് സെക്ഷൻ 71 തെറ്റിച്ച് ഈ ഗുഡ്സിനെ റിമൂവ് ചെയ്താൽ എന്താണ്? പ്രോപ്പറായിട്ടല്ല ഗുഡ്സിനെ റിമൂവ് ചെയ്യുന്നെങ്കിൽ അതിന് ആരും ലയബിളാണ്? ലൈസൻസിയും ലയബിളാണ്. അപ്പം ഒരാൾ പ്രോപ്പറായിട്ടല്ലാതെ ഗുഡ്സിന് ഡ്യൂട്ടി ഒന്നും കൊടുക്കാതെ ഇംപ്രോപ്പറായിട്ട് അവിടെ നിന്ന് ആ വെയർഹൗസിൽ നിന്ന് ഗുഡ്സിനെ റിമൂവ് ചെയ്താൽ ആ ഗുഡ്സിൽ ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? ദ ലൈസൻസി ഷാൽ ബി ലയബിൾ ടു പേ ഡ്യൂട്ടി, ഇൻട്രസ്റ്റ്, ഫൈൻ ഓർ പെനാൽറ്റി. അപ്പം ആസ് പെർ സെക്ഷൻ 71 അല്ലാതെ നമ്മൾ ഗുഡ്സിനെ റിമൂവ് ചെയ്താൽ എന്താണ്? ആരാണോ ലൈസൻസി, വെയർഹൗസിന്റെ ലൈസൻസി ആരാണോ ആ വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും? ആ വ്യക്തി ആ ഗുഡ്സിൽ ഡ്യൂട്ടിയും ഇൻട്രസ്റ്റും ഫൈനും പെനാൽറ്റിയൊക്കെ അടയ്ക്കേണ്ടി വരും. ഓക്കെ, ആൻഡ് ആ വെയർഹൗസിന്റെ ലൈസൻസിക്കെതിരെ വേറെ ഏതൊക്കെ ആക്ഷൻ എടുത്താലും എന്താണ്? അത് പ്രശ്നമല്ല. ഈ ഡ്യൂട്ടി ഫൈനും ഒക്കെ അടയ്ക്കേണ്ടി വരും. ഓക്കെ, സോ വേറെ ഈ ആക്ട് അനുസരിച്ച് വേറെ എന്തൊക്കെ ആക്ഷൻ അതിനെടുത്തു എന്ന് പറഞ്ഞാലും ആ വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും? ഈ ഫൈൻ അല്ലെങ്കിൽ ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? സോ ആസ് പെർ സെക്ഷൻ 71 പ്രോപ്പറായിട്ടല്ലാതെ നമ്മൾ ഗുഡ്സിനെ വെയർഹൗസിൽ നിന്ന് റിമൂവ് ചെയ്താൽ വെയർഹൗസിന്റെ ലൈസൻസ് എന്ത് ചെയ്യേണ്ടി വരും? ആ ഗുഡ്സിൽ ഡ്യൂട്ടിയും ഫൈനും ലയബിലിറ്റിയും ഒക്കെ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഗുഡ്സിന്റെ കസ്റ്റഡി എപ്പോഴും ആർക്കായിരിക്കും? ആ വെയർഹൗസിൽ ചെയ്ത ഗുഡ്സിന്റെ കസ്റ്റഡി എപ്പോഴും ആ വെയർഹൗസിന്റെ ലൈസൻസിക്കായിരിക്കും. ആൻഡ് ആസ് പെർ ദിസ് ആക്ട് പറയുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിക്കും ആ വ്യക്തി ബോണ്ടഡ് ആയിരിക്കും. ഇൻ കേസ് ആസ് പെർ സെക്ഷൻ 71 അല്ലാതെ ഗുഡ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസി എന്ത് ചെയ്യേണ്ടി വരും? ആ ലൈസൻസി ആ ഗുഡ്സിൽ ടാക്സും ഫൈനും ഒക്കെ പേ ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? നോ, നെക്സ്റ്റ് വൺ, വെയർഹൗസിംഗ് വിത്തൗട്ട് വെയർഹൗസിംഗ്. സെക്ഷൻ 49 ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962. എന്താണ് വെയർഹൗസിംഗ് വിത്തൗട്ട് വെയർഹൗസിംഗ്? അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും നമ്മൾ ഗോഡൌണിൽ വെക്കുവാണ്, പക്ഷെ എന്ത്, നമ്മൾ ഇത്രയും നേരവും പറഞ്ഞ വെയർഹൗസിംഗ് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂലാവില്ല നമ്മൾ വെക്കുന്നത്. തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഡ്യൂട്ടിയബിൾ ഗുഡ്സിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് ആക്ച്വലി വെയർഹൗസിംഗ് ആണ്, അതായത് നമ്മൾ ഗുഡ്സിനെ വെയർഹൗസിൽ വെക്കുവാണ്, പക്ഷെ എന്ത്, വെയർഹൗസിംഗ് എന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞൊരു പെർസ്പെക്റ്റീവിലല്ല നമ്മൾ വെക്കുന്നത്. ഓക്കെ, അതെന്താന്ന് നോക്കാം. ഇഫ് ദ അസസ്മെന്റ് ഇസ് ഡിലൈഡ് ഫോർ ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്, then goods can be stored in public warehouse
വിത്തൗട്ട് എക്സിക്യൂട്ടിങ് എ ബോണ്ട് ആൻഡ് ഇറ്റ്സ് കോൾഡ് വെയർഹൗസിങ് വിത്തൗട്ട് വെയർഹൗസിങ്. അപ്പം നമ്മൾ ഗുഡ്സിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നോർമൽ രീതിയിൽ വെയർഹൗസ് ചെയ്യുന്ന എന്ത് ഗുഡ്സിനെ ആയിരിക്കും? നമ്മൾ ഓൾറെഡി ഡ്യൂട്ടി ലയബിലിറ്റി ഒക്കെ അസസ് ചെയ്ത ഗുഡ്സിനെ, നമ്മൾ അതിന്റെ അസസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയ ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വെയർഹൗസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വെക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനല്ല. ഈ അസസ്മെന്റിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. ആ ഡിലേ വരുന്ന അത്രയും സമയത്തേക്ക് ഗുഡ്സിനെ ഒന്ന് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പബ്ലിക് വെയർഹൗസിലേക്ക് ഗുഡ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയർഹൗസിങ് വിത്തൗട്ട് വെയർഹൗസിങ് എന്ന് പറയുന്നത്. അപ്പം നോർമൽ വെയർഹൗസിംഗിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബോണ്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് ഇത്ര നാളെ ഗുഡ്സിനെ വെക്കുന്നൊരു വെയർഹൗസിലേക്ക് വെക്കുന്ന ഒരു ബോണ്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ വെയർഹൗസിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇവിടെ പബ്ലിക് വെയർഹൗസിലേക്ക് ഗുഡ്സിനെ വെക്കുന്നു, പക്ഷെ അങ്ങനെ ബോണ്ടൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് സ്റ്റോറേജിന് വേണ്ടി, അതായത് ഈ അസസ്മെന്റ് നടത്താൻ ഒരു ഡിലേ വന്നതുകൊണ്ട്, അത്രയും നാളത്തേക്ക് വേണ്ടി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ ആ ഡിലേ വന്നതുകൊണ്ട് നമ്മൾ ആ ഗുഡ്സിനെ ബോണ്ടൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ പബ്ലിക് വെയർഹൗസിലേക്ക് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയർഹൗസിങ് വിത്തൗട്ട് വെയർഹൗസിങ്. അതായത് സ്റ്റോർ ചെയ്യുന്നു, പക്ഷേ വെയർഹൗസിങ്ങിന്റെ പ്രൊവിഷൻസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. അതാണ് വെയർഹൗസിങ് വിത്തൗട്ട് വെയർഹൗസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമ്മൾ വൺസ് ഇങ്ങനെ വെയർഹൗസിങ് വിത്തൗട്ട് വെയർഹൗസിങ്ങിന് ഗുഡ്സിനെ വെച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യേണ്ട ടൈം ലിമിറ്റ് ഇറ്റ്സ് 30 days. ഓക്കെ, അപ്പം നമ്മൾ വെയർഹൗസിങ് വിത്തൗട്ട് വെയർഹൗസിങ്ങിന് ഗുഡ്സിനെ നമ്മുടെ വെയർഹൗസിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യേണ്ട ടൈം ലിമിറ്റ് എത്രയാണ്? 30 days ആണ്. ആൻഡ് ഇഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് മേ എക്സ്റ്റെൻഡ് ദിസ് പീരീഡ് ടു ഫർദർ പീരീഡ് നോട്ട് എക്സീഡിങ് 30 days. അതായത് ഇപ്പോൾ ഓൾറെഡി 30 days കഴിയാറായി. കമ്മീഷണർ ഓഫ് കസ്റ്റംസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാം അപ് ടു 30 days. വേറൊരു 30 days കൂടെ അറ്റ് എ ടൈം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഗുഡ്സ്, അതായത് നമ്മുടെ അസസ്മെന്റ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി, അതായത് അസസ്മെന്റ് ഡിലേ വന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ ആ ഗുഡ്സിനെ അസസ്മെന്റ് നടക്കുന്നത് വരെ നമ്മൾ വെയർഹൗസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, പബ്ലിക് വെയർഹൗസിലേക്ക്. അപ്പം നമ്മൾ ബോണ്ട് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അങ്ങനെ നമ്മൾ വെയർഹൗസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയർഹൗസിങ് വിത്തൗട്ട് വെയർഹൗസിങ് എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ നമ്മൾ ഗുഡ്സിനെ വെയർഹൗസിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് 30 days ആണ്. ഇൻ കേസ് കമ്മീഷണർ ഓഫ് കസ്റ്റംസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ പീരീഡിനെ ഫെർദർ എക്സ്റ്റെൻഡ് ചെയ്യാം. എത്ര? നോട്ട് എക്സീഡിങ് 30 days. ക്ലിയർ ആയോ? ഇനി മന്ത്ലി റിട്ടേൺ. The licensee shall file with the bond officer a monthly return in prescribed form of the receipt, storage, operation and removal of goods in the warehouse within 10 days after the close of the month to which such return relates. അപ്പം ലൈസൻസിക്ക്, അതായത് ആരുടെ പേരിലാണ്, ഇപ്പം എനിക്കൊരു ഗോഡൗൺ ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസർക്ക് മന്ത്ലി റിട്ടേൺ കൊടുക്കണം. എന്തൊക്കെ വെച്ച്? എൻ്റെ ഈ വെയർഹൗസിലേക്ക് ഈ മാസം എത്ര ഗുഡ്സ് വന്നു, എത്ര ഗുഡ്സ് പോയി, ഇപ്പം എത്ര ഗുഡ്സ് ഇൻ ഓപ്പറേഷൻ സ്റ്റോറേജ് ഉണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ എന്ത് ചെയ്യണം? ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം. അതിനെയാണ് നമ്മൾ മന്ത്ലി റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി ഇത് ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ളത്, ഈ മാസത്താണെങ്കിൽ അടുത്ത മാസം 10 മുന്നേ. ഓക്കെ, അങ്ങനെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഏപ്രിൽ മന്ത്ലി റിട്ടേൺ, ഞാൻ എൻ്റെ വെയർഹൗസിൻ്റെ ഏപ്രിലെ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മന്തിൽ എത്ര ഗുഡ്സ് വന്നു, എത്ര ഗുഡ്സ് പോയി, എത്ര ഗുഡ്സ് ഇൻ സ്റ്റോറേജ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ച് ഫ്രം ദ മന്ത് എൻഡ് തൊട്ട് 10 daysനുള്ളിൽ. ഓക്കെ, അപ്പം മന്ത് എൻഡ് എന്ന് പറഞ്ഞാൽ 30th April, ഏപ്രിൽ കഴിഞ്ഞ് 10 daysനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? ആ മന്ത്ലി റിട്ടേൺ പ്രോപ്പർ ഓഫീസറിന് ഫയൽ ചെയ്യണം. ക്ലിയർ ആയോ? ഇതാണ് മന്ത്ലി റിട്ടേൺ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മുടെ വെയർഹൗസിന്റെ പ്രൊവിഷൻസ് ഒക്കെ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വെയർഹൗസ് ഗുഡ്സിന്റെ റിമൂവൽ. ഇറ്റ് ഈസ് ഡെൽറ്റ് ഇൻ വെയർഹൗസ് ഗുഡ്സ് റിമൂവൽ റെഗുലേഷൻസ് 2016. ഓക്കെ, നമ്മുടെ ഈ വെയർഹൗസ് ഗുഡ്സിനെ റിമൂവ് ചെയ്യുന്ന കേസ് ശ്രദ്ധിക്കുക. ഇത് റിമൂവ് ചെയ്യുന്ന കേസാണ്, അല്ലാതെ നമ്മൾ ക്ലിയർ ചെയ്യുന്ന കേസല്ല. ഓക്കെ, റിമൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ ഗുഡ്സിനെ ഡ്യൂട്ടി അടച്ചിട്ടില്ല. ആ ഡ്യൂട്ടി അടയ്ക്കാത്ത ഗുഡ്സിനെ അവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കേസുകളാണ്. ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന കേസസാണ് റിമൂവൽ എന്ന് പറയുന്നത്. ക്ലിയറൻസ് അല്ല, റിമൂവലിന്റെ കേസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ,
അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ഗുഡ്സിനെ റിമൂവ് ചെയ്യണം എന്നുള്ള കേസ് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഡ്യൂട്ടി അടയ്ക്കാത്ത ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗുഡ്സിനെ നമ്മൾ ഒരു വെയർ ഹൗസിൽ നിന്ന് വേറൊരു വെയർ ഹൗസിലേക്ക് മാറ്റുന്ന കേസൊക്കെയാണ് എന്ത്, അവിടെ നമ്മൾ ഡ്യൂട്ടി അടയ്ക്കുന്നില്ല, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റുന്നു എന്നേ ഉള്ളൂ. അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനത്തെ കേസസിനെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ്, ഓണർ ഓഫ് ദ വെയർ ഹൗസ് ഗുഡ്സ് ഹാസ് ടു മേക്ക് എ റിക്വസ്റ്റ്. അതായത് where the warehouse goods are to be removed from one warehouse to another or from one warehouse to customs station for export, the owner is required to make a request in prescribed form for transfer of goods. അപ്പം നമ്മൾ ഒരു വെയർ ഹൗസിൽ നിന്ന് വേറൊരു വെയർ ഹൗസിലേക്ക് സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ നിന്ന് കസ്റ്റംസ് സ്റ്റേഷനിലേക്ക്, നമ്മൾ എക്സ്പോർട്ടിന് വേണ്ടി ഈ ഇരിക്കുന്ന വെയർ ഹൗസിൽ നിന്ന് ഗുഡ്സിനെ എക്സ്പോർട്ടിന് വേണ്ടി കസ്റ്റംസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ രണ്ട് കേസിൽ നമ്മൾ എന്താണ്, നമ്മൾ ഡ്യൂട്ടി അടച്ചിട്ടില്ല. ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞാൽ ഗുഡ്സ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താലും അത് നമുക്ക് പ്രശ്നമല്ല. ഇത് ഡ്യൂട്ടി അടയ്ക്കാത്ത ഗുഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഗുഡ്സിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആരാണോ ആ വെയർ ഹൗസ് ഗുഡ്സിന്റെ ഓണർ, ആ ഓണർ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സിന് വേണ്ടി ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കണം. മനസ്സിലായോ? സോ ഇഫ് വി വോണ്ട് ടു റിമൂവ് ദ ഡ്യൂട്ടിയബിൾ ഗുഡ്സ്, അതായത് നോൺ ഡ്യൂട്ടി പെയ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെ നമുക്ക് ഒരു വെയർ ഹൗസിൽ നിന്ന് വേറൊരു വെയർ ഹൗസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്ന് എക്സ്പോർട്ട് സ്റ്റേഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിന്റെ ഓണർ എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ പ്രോപ്പർ ഓഫീസർക്ക് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ഇനി എങ്ങനെയാണ് ഈ ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഗുഡ്സിനെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത്. ഒന്ന്, ഫ്രം കസ്റ്റം സ്റ്റേഷൻ ഓഫ് ഇമ്പോർട്ട് ടു വെയർ ഹൗസ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിനെ നമ്മൾ അസസ് ഒക്കെ ചെയ്തിട്ട് ടാക്സ് അസസിബിലിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ആ ഇമ്പോർട്ട് സ്റ്റേഷനിൽ നിന്ന് വെയർ ഹൗസിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഫസ്റ്റ് കേസ്. അവിടെ അത് ഡ്യൂട്ടി അടച്ച ഗുഡ്സ് ആണോ വരുന്നത്? അല്ല, ഡ്യൂട്ടി അടയ്ക്കാനുള്ള ഗുഡ്സ് ആണ് വരുന്നത്. സെക്കൻഡ് കേസ്, ഫ്രം വൺ വെയർ ഹൗസ് ടു അനദർ വെയർ ഹൗസ്. ഇവിടെ ഒരു വെയർ ഹൗസിൽ ഇരിക്കുന്ന സാധനം വേറൊരു വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. ആ കേസിൽ നമ്മൾ ഡ്യൂട്ടി കൊടുത്തിട്ടല്ല കൊണ്ടുപോകുന്നത്. ഡ്യൂട്ടിയബിൾ ആയിട്ടുള്ള ഗുഡ്സിനെ, ഫോർ എക്സാമ്പിൾ എ വെയർ ഹൗസ് ക്യാൻസൽ ചെയ്തു എൻ്റെ ലൈസൻസ്, അപ്പോൾ അതിനെ ബി വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഡ്യൂട്ടി പേ ചെയ്തിട്ടല്ല ബി വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെയും ഡ്യൂട്ടി പേ ചെയ്യാതെ ഒരു വെയർ ഹൗസിൽ നിന്ന് വേറൊരു വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന കേസ്. ആൻഡ് തേർഡ് വൺ, ഫ്രം വൺ വെയർ ഹൗസ് ടു കസ്റ്റം സ്റ്റേഷൻ ഫോർ എക്സ്പോർട്ട്. എക്സ്പോർട്ടിന് വേണ്ടി നമ്മുടെ കസ്റ്റം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കേസ്. ഈ മൂന്ന് കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമൂവൽ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിനെ എങ്ങനെയായിരിക്കും കൊണ്ടുപോവുക? വൺ ടൈം ലോക്ക് അഫിക്സ് ചെയ്തിട്ടായിരിക്കും. അതായത് വൺ ടൈം ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സീലാണ്. നമ്മുടെ ഈ ഗുഡ്സിനെ എല്ലാം കൂടെ സീൽ ചെയ്യും, അതിനെ ലോക്ക് ചെയ്യും. അപ്പം അങ്ങനെ ലോക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഗുഡ്സിനെ, അതായത് ഗുഡ്സിനെ റിമൂവ് ചെയ്ത് ഒരു വെയർ ഹൗസിൽ നിന്ന് വേറൊരു വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. ആൻഡ് ആ വൺ ടൈം ലോക്ക് ഫിക്സ് ചെയ്യുന്ന ആരായിരിക്കും? പ്രോപ്പർ ഓഫീസർ, അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസിന്റെ ലൈസൻസി, അതും അല്ലെങ്കിൽ ബോണ്ട് ഓഫീസർ. ബോണ്ട് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കസ്റ്റം സ്റ്റേഷൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള, വെയർ ഹൗസിൽ ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും നമ്മൾ ബോണ്ട് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനത്തെ കേസിൽ ഗുഡ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോപ്പർ ഓഫീസർ അല്ലെങ്കിൽ ലൈസൻസി ഒരു വൺ ടൈം ലോക്ക് അഫിക്സ് ചെയ്യും അതേൽ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗുഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഗുഡ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ ഈ ഗുഡ്സിനെ എൻ്റെ വെയർ ഹൗസിൽ നിന്ന് വേറൊരു വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് എഴുതി കൊടുത്ത് വാങ്ങിച്ച് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 month ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ടാണോ ആ സ്ഥലത്തു നിന്നും പ്രോപ്പർ ആയിട്ടുള്ള അക്നോളജ്മെന്റ് വാങ്ങിച്ച് ഞാൻ എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അതായത് the owner of goods shall produce to proper officer at custom station of import or bond officer within 1 month an acknowledgement issued by the licensee or bond officer of the warehouse to which the goods has been removed, or proper officer at the custom station of export as the case may be,
stating that the goods has arrived at the place. In case if the owner fails to do, he shall be liable to pay full amount of duty chargeable on account of such goods together with interest, fine and penalties. Okay. അപ്പം നമ്മൾ പറഞ്ഞു, ഞാൻ ഫോർ എക്സാമ്പിൾ എ വെയർ ഹൗസിൽ ഇരുന്ന എൻ്റെ ഗുഡ്സിനെ ഞാൻ ബി വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇത് ഓൾറെഡി ടാക്സ് അടയ്ക്കാനുള്ള ഗുഡ്സ് ആണ്. ഞാൻ വൺസ് ക്ലിയറൻസ് ചെയ്യുമ്പോൾ മാത്രമേ ടാക്സ് അടയ്ക്കത്തുള്ളൂ. അപ്പം ഞാൻ ഈ എ വെയർ ഹൗസിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനം ബി വെയർ ഹൗസിൽ കിട്ടി എന്നൊരു അക്നോളജ്മെന്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഗുഡ്സ് എത്തിയില്ല എന്ന് വിചാരിക്കും. സോ അപ്പം ഞാൻ ഈ എ വെയർ ഹൗസിൽ നിന്ന് ബി വെയർ ഹൗസിലേക്ക് സാധനം റിമൂവ് ചെയ്യുമ്പം വിത്തിൻ 1 month, എന്നാണോ ഞാൻ എ വെയർ ഹൗസിൽ നിന്ന് ഗുഡ്സ് റിമൂവ് ചെയ്തത് അത് കഴിഞ്ഞ് 1 monthനുള്ളിൽ ഞാൻ ബി വെയർ ഹൗസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ലൈസൻസിയുടെ കയ്യിൽ നിന്നോ ഓഫീസറുടെ കയ്യിൽ നിന്നോ ഒരു അക്നോളജ്മെന്റ് വാങ്ങിച്ച് എ വെയർ ഹൗസിൽ കൊടുക്കണം. ഓക്കെ. അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസറിന്റെ അടുത്ത് കൊടുക്കണം. എന്താണ് ആ ഗുഡ്സ് അവിടെ എത്തി എന്ന് പറഞ്ഞ് ബി വെയർ ഹൗസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ നമുക്കൊരു അക്നോളജ്മെന്റ് തരും. ഇന്ന ഗുഡ്സ് ഇന്ന സ്പെസിഫിക്കേഷൻ ഇവിടെ എത്തി. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഓക്കെ, അവർക്ക് മനസ്സിലായി നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ടാക്സ് പേ ചെയ്യാത്ത ഗുഡ്സ് അവിടെ ഉണ്ട്. വൺസ് അവിടെ നിന്ന് ക്ലിയർ ചെയ്യുമ്പോൾ ടാക്സ് കിട്ടും. ഇനി ഇൻ കേസ് ആ 1 monthനുള്ളിൽ അവിടുത്തെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സ്ഥലത്തെ ആൾ നമുക്കൊരു അക്നോളജ്മെന്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് അവിടെ എത്തിയില്ല എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ആ ഗുഡ്സിൽ ടാക്സ് അടച്ചിട്ടില്ല, അങ്ങനത്തെ ഗുഡ്സ് പെർമിഷൻ ഇല്ലാതെ റിമൂവ് ചെയ്തു. അപ്പം അതിൽ എന്താണ്, ആരാണ് ഓണർ? അതായത് ഇപ്പം എൻ്റെ ഗുഡ്സ് ആണെങ്കിൽ ഞാൻ ആ ഗുഡ്സിൽ ഫുൾ എമൗണ്ട് ഓഫ് ടാക്സും അതിൽ ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആയോ? ഇതാണ് വെയർ ഹൗസ് ഗുഡ്സിന്റെ റിമൂവലിന്റെ കേസ്. അപ്പം വെയർ ഹൗസ് ഗുഡ്സ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരാണോ ഓണർ ഓഫ് ദ ഗുഡ്സ് ആ ആൾ ഒരു റിക്വസ്റ്റ് വെക്കണം പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ. ആൻഡ് നമുക്ക് 3 കാര്യങ്ങളുടെ സമയത്ത് മാത്രമേ ഇത് റിമൂവൽ എന്ന് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ഒന്നെങ്കിൽ നമ്മളെ കസ്റ്റംസ് പോർട്ട് ചെയ്യുന്ന നമ്മളതിനെ വെയർ ഹൗസിലേക്ക് കൊണ്ടുവരുന്ന കേസ്, അല്ലെങ്കിൽ വെയർ ഹൗസ് ടു വെയർ ഹൗസ് ഷിഫ്റ്റ് വരുന്ന കേസ്, അതും അല്ലെങ്കിൽ വെയർ ഹൗസ് ടു എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കേസ്. ഈ 3 കേസിലും നമ്മൾ ഗുഡ്സിൽ ഒരു 1 time ലോക്ക് പ്രോപ്പർ ഓഫീസർ സെറ്റ് ചെയ്യും. അത് വെച്ച് മാത്രമേ ഈ ഗുഡ്സിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് വിത്തിൻ 1 month, അവിടുന്ന് റിമൂവ് ചെയ്ത് 1 monthനുള്ളിൽ പുതിയ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ആണെങ്കിൽ എക്സ്പോർട്ട് അവിടെ അടുത്ത് നിന്ന് ആ പ്രോപ്പർ ഓഫീസറിന്റെ അടുത്തു നിന്ന് ഗുഡ്സ് ഇവിടെ എത്തി എന്ന് പറഞ്ഞൊരു അക്നോളജ്മെന്റ് പഴയ സ്ഥലത്തേക്ക് കൊടുത്താൽ മാത്രമേ അതിനെ വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഗുഡ്സ് ഇംപ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്തു എന്ന് കണ്ട് നമ്മുടെ അടുത്തു നിന്ന് ഫുൾ എമൗണ്ട് ഓഫ് ടാക്സും ഫൈനും പെനാൽറ്റിയും കളക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് റിമൂവലിന്റെ കേസ്. സോ നമ്മൾ വെയർ ഹൗസിന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇതാണ് നമ്മൾ ഓൾമോസ്റ്റ് വെയർ ഹൗസിന്റെ എല്ലാ പോർഷൻസും ക്ലിയർ ചെയ്തു. എന്താണ് വെയർ ഹൗസ്, ടൈപ്സ് ഓഫ് വെയർ ഹൗസ്, എപ്പം സ്റ്റോർ ചെയ്യും, അതിൻ്റെ ലൈസൻസ് എങ്ങനെയാണ്, ക്യാൻസലേഷൻ എങ്ങനെയാണ്, ഓണറുടെ റൈറ്റ് എന്താണ്, ഫൈനലി റിമൂവൽ ഓഫ് ഗുഡ്സ്. അപ്പം നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. സോ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഡു യു ഹാവ് എനി ഡൗട്ട്സ്, പ്ലീസ് ഡു കമൻറ്റ് യുവർ ഡൗട്ട്സ്. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. സോ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ please feel free to comment your doubts. So we can conclude this session. Thank you so much.